പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതായത് ഈ കഴിഞ്ഞു പോയ 4-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. 11 ദിവസം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഒരു 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 അവസാന തീരുമാനത്തിൽ എത്തിച്ചേരാൻ. അതിന് ഒരുപാട് ആൾക്കാർ പല രീതിയിലും പലവട്ടം പലകുറി പല പല അഭിമുഖങ്ങൾ പറഞ്ഞു പരത്തി. പ്രത്യേകിച്ചും നമ്മുടെ ചാനലുകാർ, അവർക്ക് എന്തെന്നില്ലാത്ത ഒരു 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 വെപ്രാളമായിരുന്നു, ആരായിരിക്കും നമ്മുടെ ചീഫ് മിനിസ്റ്ററായി വരുന്നത് എന്ന്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു 75-80% ആൾക്കാർക്കും അറിയാമായിരുന്നു അത് വരുന്നത് വി.ഡി. സതീശനായിരിക്കും എന്ന്. മാത്രവുമല്ല, കേരളത്തിൽ ഇത്രയധികം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച UDF തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും, അതും വി.ഡി. സതീശനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇക്കുറി ഇലക്ഷൻ നടത്തിയത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ചുക്കാൻ പിടിച്ചത്, അദ്ദേഹമായിരുന്നു അതിൻ്റെ അമരത്ത്. അപ്പോൾ കഷ്ടപ്പെട്ടവന് കൂലി വേണം. ആ കൂലിയാണ് ഇന്ന് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ച് നൽകിയത്. ഇതിൽ കേരളത്തിലെ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് പൊതുജനം വോട്ട് ചെയ്തത് എന്തെന്നാൽ ഓർക്കണം, പൊതുജനം മനസ്സ് വെച്ചാൽ ഏത് ഗവൺമെൻറ്റിനെയും താഴെ ഇറക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നാം ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്. ഓർക്കൂ, തമിഴ്നാട്ടിൽ നടന്ന ഒരു വിജയം, അപ്രതീക്ഷിതമായി വന്ന ഒരു പ്രളയം പോലെയായിരുന്നു വിജയുടെ വിജയവും സത്യപ്രതിജ്ഞയും. അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത്രയ്ക്കും വളരെ വലുതായിരുന്നു. അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കെ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തു വെച്ചത്. നാട്ടിൽ വിജയി സമ്മാനിച്ചത് ഉജ്ജ്വല വിജയമാണ്. അതായത് വെറും 2 വർഷം കൊണ്ട് 24 മാസം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് ഒരിക്കലും ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിജയമാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ചില സൂചനകൾ കൂടി നൽകിയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചതിയോ വഞ്ചനയോ മറ്റ് ദുരുപയോഗങ്ങളോ നടത്താൻ പാടില്ല, ആ നിമിഷം അറസ്റ്റ് ചെയ്യും എന്ന്. അങ്ങനെ പറയാൻ നട്ടലുള്ള ഒരു നേതാവ് തമിഴ്നാട്ടിൽ ഉയർന്നു വന്നപ്പോൾ പൊതുജനത്തിന്, പുതുതലമുറയ്ക്ക്, ന്യൂ ജനറേഷന് അദ്ദേഹത്തിനിൽ വലിയ പ്രതീക്ഷ വെച്ചു. ഓർക്കുക, 118 സീറ്റും അദ്ദേഹം നേടി. 118 സീറ്റും അദ്ദേഹം നേടി തമിഴ്നാട്ടിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. ഇതിനു മുമ്പ് ഒരുപാട് നേതാക്കൾ വന്നുപോയി. വിജയ് വന്നു, വിജയകാന്ത് വന്നു, കമലഹാസൻ വന്നു, അങ്ങനെ ഒട്ടനവധി നേതാക്കൾ വന്നുപോയി. എന്നിട്ടോ ആർക്കെങ്കിലും ഒരു ചീഫ് മിനിസ്റ്റർ ആകാൻ സാധിച്ചിരുന്നോ? കഴിഞ്ഞിരുന്നോ? പക്ഷേ വിജയ് നേടിയെടുത്തു. അദ്ദേഹം കേരളത്തിലും പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. കേരളം കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ശബ്ദിക്കാൻ കഴിയാത്ത വിധം അധപ്പതിച്ചു പോയ ഒരു പാർട്ടിയായിരുന്നു കേരളത്തിൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനെ 2021 പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം അണിയുമ്പോൾ ഒന്നുമില്ലാത്ത പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഒരു സ്ഥാനമാനങ്ങളില്ലാത്ത രീതിയിലായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു കുപ്പായം അദ്ദേഹം അണിഞ്ഞു. അങ്ങനെയാണല്ലോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്ന 2021. പലകുറി ഒരുപാട് ചതിയും വഞ്ചനകളും ഒരുപാട് കുഴികാല് വെട്ടും എല്ലാം തരണം ചെയ്ത് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാക്കിയത്. ആ പ്രഖ്യാപനങ്ങൾ നടക്കാനുള്ളതാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വലിയ മനുഷ്യൻ, നേതാവാണ് അദ്ദേഹം, ഇപ്പോൾ ഒന്നുമല്ല, അദ്ദേഹം ശ്രീ വി.ഡി. സതീശനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചില ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ വലിയ ആരവങ്ങളായിരുന്നു, വലിയ പാഠമാണ് അദ്ദേഹം പകർന്നു നൽകിയത്. വലിയ ആരവങ്ങളോടുകൂടി അദ്ദേഹത്തെ വരവേറ്റ മാധ്യമങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ പോയിന്റ്, മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കവേ
ഡൽഹിക്ക് പോകാൻ വിമാനത്തിൽ ടിക്കറ്റ് കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. സീറ്റില്ലാത്തത് കൊണ്ടല്ല, ക്യാഷ് കൊടുത്ത് പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഗതിയില്ലാതെ വന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അധപ്പതിച്ചു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഇനി കേരളത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് വി ഡി സതീശന്, മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിന് നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ഇനി അങ്ങോട്ട് വളരെ പെട്ടെന്ന് എടുത്ത് കൊടുക്കരുത്. എന്തെന്നാൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഒരുപാട് കടക്കണിയിലാണ് ഇന്ന് കേരളം. ആ കേരളത്തെ രാജ്യത്തിൻ്റെ നമ്പർ 1 ആക്കി തീർക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവും ധൈര്യവും ശ്രീ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനുണ്ട്, വി ഡി സതീശനുണ്ട് എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും, പല വാക്കുകളും, അദ്ദേഹത്തിന് അതിനുള്ള മൈൻഡുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള ഐഡിയകളുണ്ട്, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് നേതാക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയാൽ ഈ സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ നമ്പർ 1 ആക്കാൻ സാധിക്കും എന്ന്. തീർച്ചയായും ഇന്ന് യുവതികൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. കണ്ടില്ലേ, എവിടെ നിന്നൊക്കെയോ നിന്നാണ് ഓരോരുത്തരും അദ്ദേഹത്തെ കാണാനെത്തുന്നത്. പല പ്രവചനങ്ങളും എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, പല പ്രവചനങ്ങളും ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷന് ഇത്ര സീറ്റ് കിട്ടും, ജയിക്കും, മുഖ്യമന്ത്രിയാകുന്നത് ഇദ്ദേഹമാണെന്നൊക്കെ പലരും പ്രവചിക്കുന്നതിനും തൊട്ട് മുമ്പ്, അതായത് ഒരു 3-4 മാസത്തിന് മുമ്പ് 2 കുരുന്നുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ആകുമ്പോൾ ഞങ്ങളെ കാണാൻ വരുമോ എന്ന് ആ കുട്ടികൾ ചോദിച്ചത്രേ. ആ വീഡിയോ കണ്ടപ്പോൾ വലിയ അതിശയമാണ് തോന്നിയത്. കാരണം ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ കുരുന്നുകൾ ശ്രീ വി ഡി സതീശനെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടികളുടെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ശരിയായി. ആ കുട്ടികളെ കാണാൻ അദ്ദേഹം ചെന്നു. അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് അവരുടെ പിതാവ് വി ഡി സതീശനെ കാണാനെത്തി. ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ അടുത്ത് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ നമുക്കാവശ്യം നാടിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് യുവാക്കളുടെയും യുവതികളുടെയും പുതുതലമുറയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, ഒരു ലീഡറെയാണ് നമുക്ക് ആവശ്യം. ഒരു ക്യാപ്റ്റനാണ് നമുക്ക് ആവശ്യം. ഒരു മാച്ചിൽ കളിക്കുമ്പോൾ 2 ടീമുകൾ ഉണ്ടാവും. അതിൽ ജയിക്കുന്ന ക്യാപ്റ്റനാണ് കപ്പ് ഉയർത്തുന്നത്. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. അതിന് ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിൻ്റെയും ചില ചരടുവലികൾ നടന്നില്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അവരെയും ഒഴിവാക്കാൻ പറ്റില്ല. അവരും അത്രയധികം സീനിയാരിറ്റിയുള്ള നേതാക്കളാണ്. അവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ടീം UDFനെ ഇന്ന് കേരളത്തിൽ കൊണ്ടുവരാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ നമ്മുടെ UDF നേടിയിരിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ്റെ ഓരോ വാക്കുകളാണ്. അദ്ദേഹം പല വേദികളിലും കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ചില നിബന്ധനകളും വെച്ചിരുന്നു. അതായത് 100-ന് മുകളിൽ സീറ്റ് നേടും എന്ന് പറഞ്ഞ കോൺഗ്രസിലെ ഏക നേതാവ് അത് വി ഡി സതീശനാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപനം വന്നപ്പോൾ, അതായത് ഇലക്ഷൻ UDF ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ മറുകൃതിയായി സംസാരിച്ചിരുന്നു. അതായത് ജയിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷേ 100-ൽ കൂടുതൽ കിട്ടും എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു മുഖ്യമന്ത്രിയായി വരാൻ വി ഡി സതീശനെ ജനങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ അർപ്പിച്ചത്. തീർച്ചയായും 100-ൽ 100% അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായി മാറി. 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി UDF കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുന്നു.
തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ അത് കാണേണ്ടതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി UDF-ന് ഇത്രയും സീറ്റ് കിട്ടുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തുകൾ വരും, കുഴികാല് വെട്ട് വരും, കാല് വാരുന്നവർ വരും. പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് മന്ത്രിയാവുകയും MLA ആകുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. സൂക്ഷിക്കുക. നമുക്ക് ആവശ്യം ഇനിയുള്ള കാലങ്ങളാണ്. ഈ 5 വർഷമല്ല, UDF-ന് ആവശ്യം ഇനിയുള്ള കാലങ്ങളാണ്. അത് കേരളം ഭരിക്കേണ്ടത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം അക്ഷരം പ്രതി ശരിയായത്, 12-ൽ പരം LDF-ന്റെ നേതാക്കൾ തോക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയല്ലേ? 12-ൽ കൂടുതൽ നേതാക്കൾ തോക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയല്ലേ? പറഞ്ഞു വെച്ചതുപോലെ 13 നേതാക്കൾ തോറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ 140 മണ്ഡലങ്ങളിലും രാപ്പകലില്ലാതെ അദ്ദേഹം അധ്വാനിച്ചു. അതിൻ്റെ ഫലമാണ് ഇന്ന് UDF-ന് കിട്ടിയിരിക്കുന്ന ഈ ഉജ്ജ്വല വിജയം. ആ വിജയത്തിൻ്റെ ക്യാപ്റ്റനായി മാറാൻ VD സതീശനല്ലാതെ ആരാണ് അതിന് അർഹതപ്പെട്ടത്? VD സതീശനല്ലാതെ മറ്റാരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരേണ്ടത്? നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിസഭയിൽ ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ കൊടുത്തു. KC വേണുഗോപാൽ അതിന് ചില എതിരഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അവരെല്ലാം അനുനയിപ്പിക്കാൻ, അവരുടെ എല്ലാം ഒരേ പാതയിൽ കൊണ്ടുവരാൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം, ഹൈക്കമാൻഡ് ഒത്തിരി ബുദ്ധിമുട്ടി. എന്തെന്നാൽ ഇവരുടെ ഉള്ളിലിരിപ്പെല്ലാം ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അവരും തെറ്റിപ്പോകാൻ പാടില്ല. അതിനുവേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതിനാണ് ഒരു 11 ദിവസത്തെ ഗ്യാപ്പ് വന്നത്. ആ 11 ദിവസം കഴിഞ്ഞപ്പോൾ നാടിൻ്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഇതിൽ തെറ്റൊന്നുമില്ല. 100-ൽ 100% VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. മറ്റാരും അതിന് അർഹതപ്പെട്ടവരല്ല. ഇത് എൻ്റെ വികാരമല്ല, നാടിൻ്റെ, കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുജനങ്ങളുടെ വികാരമാണ്. ആ വികാരത്തെ മാനിക്കാൻ ഹൈക്കമാൻഡ് എടുത്ത ധൈര്യം അത് വളരെ വലുതാണ്. രാഹുൽ ഗാന്ധി എടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനം വളരെ വലുതാണ്. പക്ഷേ ഈ തീരുമാനം വൈകിയപ്പോൾ പല പൊതുജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ശബ്ദിക്കുകയുണ്ടായി. വളരെ ദുഃഖകരമായ ഒരു കാര്യം, KC വേണുഗോപാലിൻ്റെ പോസ്റ്ററിൽ നമ്മുടെ പ്രിയപ്പെട്ട അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. അവരുടെ അരിശം കൂടിയപ്പോൾ KCയെ മുഖ്യമന്ത്രി ആക്കും എന്നുള്ളൊരു കണ്ടീഷൻ വന്നു എന്ന് പലരും പറഞ്ഞപ്പോൾ, അതായത് ഒരു നേതൃത്വവും അല്ലെങ്കിൽ ഹൈക്കമാൻഡോ ആരും അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ പോസ്റ്റർ വലിച്ചു കീറിയത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിന് എന്ത് ന്യായീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാനുള്ളത്? ആരെന്ത് ചെയ്തിരുന്നാൽ, പക്ഷേ വേറൊരു കാര്യം, VD സതീശനെ മുഖ്യമന്ത്രി ആക്കാതെ മറ്റ് ആരെ നിർത്തിയാലും ശരി, ഇനി രമേശ് ചെന്നിത്തല നിർത്തിയാൽ ഒരുപക്ഷെ ഇലക്ഷന് അദ്ദേഹം നിൽക്കേണ്ടി വരില്ല. പക്ഷെ KC വേണുഗോപാലിനെ നിർത്തിയിട്ട് അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു കാരണവശാലും തെളിയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഒരു നഗ്ന സത്യമാണ്. ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് VDയെ തന്നെ തിരഞ്ഞെടുത്തത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ KCയുമായി കൂടിയാലോചിച്ച്, ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ച് ഈ നാടിനു വേണ്ടി വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യും. അദ്ദേഹത്തിന് വളരെ സങ്കടകരമായ ഒരു വീഡിയോ ഇന്ന് കാണാൻ ഇടയായി. മറ്റൊന്നുമല്ല, നമ്മുടെ G കാർത്തികേയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വികാരഭരിതനായി സംസാരിക്കുന്നതായി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നതായി വീഡിയോയിൽ കാണാൻ ഇടയുണ്ടായി. അദ്ദേഹം ഒരു നല്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അഴിമതിയും കുഴികാല് വെട്ടും കൈയിട്ടുവാരലും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇരിക്കവെയാണ് ഇന്ന് നമ്മുടെ NSSന്റെ നേതാവ് ചില കുറിപ്പുകളുമായി മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തായപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല NSSന്റെ നേതാവേ. നാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുജനങ്ങൾക്ക് ആവശ്യം
എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവിനെയാണ്. അദ്ദേഹം പലകുറി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അതിനെതിരായി സംസാരിക്കുന്ന ആർക്കെതിരെയും എൻ്റെ വിരലുകൾ ചൂണ്ടും, എൻ്റെ ശബ്ദം ഉയരും. ഈ മന്ത്രിസഭയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ UDFന്റെ ഈ മന്ത്രിസഭയിൽ, അതായത് കേരളത്തിലെ ജനങ്ങൾ ഉജ്ജ്വല വിജയം സമ്മാനിച്ച ഈ UDFന്റെ ഈ മന്ത്രിസഭയിൽ കുഴികാല് വെട്ടും, കൈയിട്ടുവാരലും, പരസ്പരം കാലുവാരലും ഉണ്ടാകില്ല എന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു കാര്യം, ഈ എല്ലാവിധ ആശംസകളും തിങ്കളാഴ്ച നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുകയാണ്. സത്യപ്രതിജ്ഞ നിങ്ങളെപ്പോലെ എനിക്കും കാണാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.